നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. 23 കിലോയോളം കഞ്ചാവുമായി കുപ്രസിദ്ധ മയക്കുമരുന്ന് കടത്തുകാരനെ കൊടകരയിൽ നിന്നും പോലീസ് പിടികൂടി. വെള്ളിക്കുളങ്ങര ആനപ്പാന്തത്ത് ആദിവാസി വീട്ടമ്മയെ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനം നടത്തി. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കുന്ന സപ്തദിന സഹവാസ ക്യാമ്പിന് മുന്നോടിയായി സംഘാടക സമിതി യോഗം ചേർന്നു. മറ്റത്തൂർ മൂലംകുടം പാർവണം ട്രസ്റ്റിന്റെ വിപുലീകരിച്ച ഹാളിന്റെ ഉദ്ഘാടനവും അനുമോദനവും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. 23 കിലോയോളം കഞ്ചാവുമായി കുപ്രസിദ്ധ മയക്കുമരുന്ന് കടത്തുകാരനെ കൊടകരയിൽ നിന്നും പോലീസ് പിടികൂടി. മാള പൂപ്പത്തി സ്വദേശി 66 വയസ്സുള്ള നെടുമ്പറമ്പിൽ വീട്ടിൽ ഷാജി എന്ന പൂപ്പത്തി ഷാജിയെയാണ് ചാലക്കുടി DYSP K സുമേഷിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ കൊടകരയിൽ നിന്നും പിടികൂടിയത്. കൊടകരയിൽ വന്നിറങ്ങി ഓട്ടോറിക്ഷ കാത്തു നിൽക്കവെയാണ് ഷാജിയെ പോലീസ് സംഘം പിടികൂടിയത്. ഷോൾഡർ ബാഗും മറ്റൊരു വലിയ ബാഗുമായി നിൽക്കുകയായിരുന്നു ഇയാൾ. പോലീസിനെ കണ്ട് ബാഗുകളുമായി ഒളിക്കാൻ ശ്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. 3 പതിറ്റാണ്ടിലേറെയായി ലഹരിക്കടത്തു സംഘത്തിലെ അംഗമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും വിവിധ സ്റ്റേഷനുകളിലായി ഇയാൾക്ക് 50ലേറെ കേസുകൾ ഉണ്ടെന്നും പോലീസ് പറഞ്ഞു. ക്രൈംബ്രാഞ്ച് DYSP ഉല്ലാസ് കുമാർ M, ചാലക്കുടി CI സജീവ് MK, കൊടകര CI ദാസ് PK, സബ് ഇൻസ്പെക്ടർമാരായ പ്രദീപൻ, VP അരിസ്റ്റോട്ടിൽ, റെജിമോൻ NS, ഡാൻസാഫ് അംഗങ്ങളായ VG സ്റ്റീഫൻ, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, ഷീബ അശോകൻ, റെജി AU, ബിനു MJ, ഷിജോ തോമസ്, കൊടകര സ്റ്റേഷനിലെ ASI സജു പൗലോസ്, ബെന്നി KP, സീനിയർ CPO പ്രതീഷ് PA, സൈബർ സെൽ ഉദ്യോഗസ്ഥരായ സനൂപ്, സിൽജോ, സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ വിമൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. വെള്ളിക്കുളങ്ങര ആനപ്പാന്തത്ത് ആദിവാസി വീട്ടമ്മയെ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ശാസ്താംപൂവം ആദിവാസി നഗറിലെ കാടർ വീട്ടിൽ 75 വയസ്സുള്ള മീനാക്ഷിയെയാണ് ചൊവ്വാഴ്ച രാവിലെ ആനപ്പാന്തം സംരക്ഷിത വനത്തിൽ ചേറങ്കയത്തിന് സമീപം ബമ്പ് കയത്തിൽ റോഡിലാണ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വനം വകുപ്പ് വാച്ചർമാരാണ് മൃതദേഹം കണ്ടത്. ഉടനെ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. മീനാക്ഷി ഇടയ്ക്കിടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാറുണ്ടെന്നും ഇക്കുറി 2 ദിവസം മുമ്പാണ് ഇവർ ഇറങ്ങിപ്പോയതെന്നും ബന്ധുക്കൾ പറഞ്ഞു. വെള്ളിക്കുളങ്ങര പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഭർത്താവ് പരേതനായ പരമേശ്വരൻ, മകൻ പ്രഭാകരൻ, മരുമകൾ ഇന്ദിര. വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനം നടത്തി. കൊടകര ടൗണിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് VM ആന്റണി, നേതാക്കളായ സദാശിവൻ കുറുവത്ത്, MK ഷൈൻ, കോടന നാരായണൻകുട്ടി, ബൈജു അറയ്ക്കൽ, VR രഞ്ജിത്ത്, ബാബു കൊട്ടേക്കാട്ടുകാരൻ, ജോസ് കോച്ചക്കാടൻ, ജോമോൻ ജോസ്, ജോയ് ചെമ്പകശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ ആനുവൽ സ്പോർട്സ് മീറ്റ് ഇഗ്നൈറ്റ് 2024 സംഘടിപ്പിച്ചു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് ജോയ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി, സ്കൂൾ സ്പോർട്സ് ക്യാപ്റ്റൻ PS അക്ഷതയ്ക്ക് ദീപശിഖ കൈമാറിക്കൊണ്ട് പരിപാടിക്ക് ശുഭാരംഭം കുറിച്ചു. വിവിധ സ്പോർട്സ് പരിപാടികളെ സമന്വയിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ഒരുക്കിയ പ്രദർശിനി ശ്രദ്ധേയമായി. മാനേജർ C രാഗേഷ്, വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർ മോഹനൻ വടക്കേടത്ത്, സമിതി ജോയിന്റ് സെക്രട്ടറി K രവീന്ദ്രൻ, KR പ്രകാശൻ എന്നിവർ പങ്കെടുത്തു. 62ാമത് നാഷണൽ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരള കാഡറ്റ് ഗേൾസ് വിഭാഗം 3ാം സ്ഥാനം കരസ്ഥമാക്കിയ ശ്രീരാമകൃഷ്ണ വിദ്യാനികേതനിലെ കുമാരി KR വേദയെ ചടങ്ങിൽ അനുമോദിച്ചു.
2 ദിവസമായി നടക്കുന്ന സ്പോർട്സ് മീറ്റിൽ 700-ലധികം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ വന്നിരുന്ന സമയം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒട്ടേറെ പ്രതിഭകൾ ഈ സ്കൂളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. കേരളത്തിന്റെ ജേഴ്സി അണിഞ്ഞ് നിങ്ങളുടെ ഈ ഗ്രൂപ്പിനെയൊക്കെ നയിച്ച പലരും കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കുന്ന സപ്തദിന സഹവാസ ക്യാമ്പിന് മുന്നോടിയായി സംഘാടക സമിതി യോഗം ചേർന്നു. നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്ന സംഘാടക സമിതി യോഗം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കാർത്തിക ജയൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് അംഗം നന്ദിനി സതീശൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ സുധീർ M, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഇൻചാർജ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊടകരയിലെ PTA പ്രസിഡന്റ് സുനിൽ കുമാർ, പ്രോഗ്രാം ഓഫീസർ സ്വപ്ന TS, ഡിംപിൾ K സണ്ണി, മറിയാമ്മ സാബി, ജസീല, ഷൈനി, സീനിയർ അധ്യാപികമാരായ രാജി MK എന്നിവർ സംസാരിച്ചു. സ്ത്രീ പുരുഷ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ചാരുതയേകാൻ മെഹറിൻ ഗ്രൂപ്പിന്റെ കയാൽ ദ ലക്ഷറി ബ്യൂട്ടി ലോഞ്ച് കൊടകരയിൽ പ്രവർത്തനം ആരംഭിച്ചു. കൊടകരയിലെ ചാലക്കുടി ബസ് സ്റ്റോപ്പിന് സമീപം ട്രെൻഡ്സിന് എതിർവശത്ത് ആരംഭിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം ഇഷാൻ നജീബ്, മെഹ്റിൻ നജീബ് തുടങ്ങിയവർ ചേർന്ന് നിർവഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, ഇമാം മുഹമ്മദ് ഷരീഫ് എന്നിവർ മുഖ്യാതിഥികളായി. പ്രെഡിക്യൂർ, ഹെയർ കട്ട്, സ്പാ, ഹെയർ സ്പാ, ഫേഷ്യൽസ് തുടങ്ങിയവയിൽ വിദഗ്ധരുടെ സേവനം ലഭ്യമാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജനുവരി 15 വരെ എല്ലാ സർവീസുകൾക്കും 50% വരെ ഓഫർ ഉണ്ടെന്നും ഡിസംബർ 18 വരെ ബുക്കിംഗ് സൗകര്യം ഉണ്ടെന്നും അധികൃതർ അറിയിച്ചു. മെഹറിൻ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന കയാൽ ദ ലക്ഷറി ബ്യൂട്ടി ലോഞ്ച് ഇപ്പോൾ കൊടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇനാഗുറൽ ഓഫറായിട്ട് 50% എല്ലാ സർവീസുകൾക്കും ഓഫറുണ്ട്. അതായത് ജനുവരി 15 വരെ, ഡിസംബർ 11 മുതൽ 18 വരെയും ബുക്കിംഗ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതിനകത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജനുവരി 15 ഉള്ള ഏത് ദിവസം വേണമെങ്കിലും അവർക്ക് സർവീസ് ചെയ്യാനുള്ള ഡേറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. അതും 50% ഡിസ്കൗണ്ടോട് കൂടിയിട്ട്. നമ്മളിവിടെ പെഡിക്യൂർ, ഹെയർ കട്ട്, സ്പാ, ഹെയർ സ്പാ, പിന്നെ ഫേഷ്യൽസ് കാര്യങ്ങൾ, പിന്നെ സ്കിൻ എസ്തെറ്റിക്കുമായിട്ടുള്ള എല്ലാ സർവീസുകളും ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് ഈ സ്കിൻ എസ്തെറ്റിക്സിന് വേണ്ടി സ്പെഷ്യലായിട്ട് അതിന് സജ്ജമായിട്ടുള്ള സ്റ്റാഫുകളും ജെൻസിലും അതേപോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള എല്ലാ സ്റ്റാഫുകളും ഉണ്ട്. മറ്റത്തൂർ മൂലംകുടം പാർവണം ട്രസ്റ്റിന്റെ വിപുലീകരിച്ച ഹാളിന്റെ ഉദ്ഘാടനവും അനുമോദന യോഗവും സംഘടിപ്പിച്ചു. പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PR ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ സബ് ഇൻസ്പെക്ടർ CS കൃഷ്ണനുണ്ണി, ഡൽഹിയിൽ നടന്ന അന്താരാഷ്ട്ര വാട്ടർ വീക്കിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. സെക്രട്ടറി PS അഭിലാഷ്, അധ്യാപിക PG ഷീല, ഗീത സുരേഷ്, PB ബിനോയ് എന്നിവർ സംസാരിച്ചു. വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന കെട്ടിടം നവീകരിച്ച് ഒന്നുകൂടി വിപുലീകരിച്ച് അതിൻ്റെ പ്രവർത്തനം സജ്ജമാക്കുക ആ ഒരു പരിപാടിയിൽ അതിനോടനുബന്ധിച്ചുള്ള പ്രത്യേകമായി KCYM ലൂർദ് ഫൊറോന സമിതിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് മനുഷ്യാവകാശ ദിനത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. മണ്ണുത്തി സെൻട്രൽ നടത്തിയ പ്രതിഷേധ സദസ്സിൽ KCYM മുൻ സംസ്ഥാന സെനറ്റ് അംഗം അനീഷ് വരിക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. KCYM തൃശൂർ അതിരൂപത ജനറൽ സെക്രട്ടറി മെജോ മോസസ് അധ്യക്ഷത വഹിച്ചു. KCYM അംഗങ്ങളായ ഡാനിയൽ ജോസഫ്, ക്രിസ്റ്റൽ വിൽസൺ, ജോസഫ് ഡൊമിനി, ഷിനോ സൈമൺ, ആഷ്ലിൻ ആന്റണി, ആൽബിൻ ജിസൺ, ആൽഫിൻ ജിസൺ എന്നിവർ നേതൃത്വം നൽകി. വില ഗണ്യമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് കിട്ടിയ ഇരുട്ടടിയാണ് ഇന്ന് ഈ കറണ്ട് ബില്ല് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഒരു യൂണിറ്റിന് 16 പൈസ ആണ് വൈദ്യുതി നിരക്ക് ഉയർത്തിയിരിക്കുന്നത്. മാത്രമല്ല മാർച്ചിൽ 12 പൈസ കൂടി ഉയർത്തുമെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. നിയന്ത്രണം വിട്ട പിക്കപ്പ് മതിലിടിച്ചു മറിഞ്ഞ് അതിഥി തൊഴിലാളി മരിച്ചു.
തൃശൂർ അന്നമനട കല്ലൂരിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടെയായിരുന്നു അപകടം. പിക്കപ്പിൽ 10 പേരോളം ഉണ്ടായിരുന്നു. അസം സ്വദേശിയായ 22 വയസ്സുള്ള സദ്ദാമാണ് മരിച്ചത്. പരിക്കേറ്റ ബാക്കി 9 പേരെയും വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. അന്നമനടയിൽ PWDയുടെ കാനനിർമ്മാണം നടത്തുന്ന കോൺട്രാക്ടറുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ശക്തമായ ശബ്ദം കേട്ട് പരിസരവാസികളായ നാട്ടുകാർ ഓടിക്കൂടുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പരിക്കേറ്റവരെ ആശുപത്രികളിൽ എത്തിച്ചു. പരിക്കേറ്റ എല്ലാവരും അതിഥി തൊഴിലാളികളാണ്. മാള പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കൊട്ടേക്കാട് സ്കൂട്ടറിന് തീപിടിച്ച് ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പേരാമംഗലം സ്വദേശി 24 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു മരണം സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 8:30 കൊട്ടേക്കാട് പള്ളിക്ക് മുന്നിൽ വെച്ചായിരുന്നു സംഭവം. തൃശൂരിൽ നിന്നും മുണ്ടൂരിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു അപകടം. വിഷ്ണു സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ കൊട്ടേക്കാട് പള്ളിക്ക് മുന്നിലെ വളവിൽ വെച്ച് നിരങ്ങി മറിയുകയായിരുന്നു. വീഴ്ചയിൽ സ്കൂട്ടറിൽ നിന്നും പെട്രോൾ ചോർന്നിരുന്നു. വീണ സ്കൂട്ടർ നേരെയാക്കി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തീ ആളിപ്പടരുകയായിരുന്നു. തീപിടുത്തത്തിൽ സാരമായി പൊള്ളലേറ്റ വിഷ്ണുവിനെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. അപകട വിവരമറിഞ്ഞ് വിയൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. 55% പൊള്ളലേറ്റ വിഷ്ണു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7205 രൂപ, പവന് 57,640 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 23 കിലോയോളം കഞ്ചാവുമായി കുപ്രസിദ്ധ മയക്കുമരുന്ന് കടത്തുകാരനെ കൊടകരയിൽ നിന്നും പോലീസ് പിടികൂടി. വെള്ളിക്കുളങ്ങര ആനപ്പാന്തത്ത് ആദിവാസി വീട്ടമ്മയെ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനം നടത്തി. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കുന്ന സപ്തദിന സഹവാസ ക്യാമ്പിന് മുന്നോടിയായി സംഘാടക സമിതി യോഗം ചേർന്നു. മറ്റത്തൂർ മൂലംകുടം പാർവണം ട്രസ്റ്റിന്റെ വിപുലീകരിച്ച ഹാളിന്റെ ഉദ്ഘാടനവും അനുമോദനവും സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.